ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുന്ന കാലത്ത് മർഫി സാഹിബ് ഈ തേയിലത്തോട്ടത്തിലേക്ക് വരുന്ന ഭാഗത്ത് വരുമ്പോഴേ ഈ മർഫി സാഹിബിന് മുൻപ് ഒരു 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 ഫർലോങ് എങ്കിലും മുന്നോടിയായിട്ട് 2 നായ്ക്കൾ കാണും. അതിലൊരു പട്ടിയുടെ പേര് ഞാൻ ഇപ്പോഴൊന്നും ഓർക്കുന്നത് ഷാൻറ്റി എന്നായിരുന്നു ഒരു പട്ടിയുടെ പേര്. ഷാൻറ്റി ഒരു പട്ടിയുടെ പേര്, ഒരു ജടയൻ പട്ടി. അതുപോലെ ഒരു കോമ്പെ വർഗത്തിൽപ്പെട്ട ഏതാണ്ട് ഒരു ചെറിയ പശുക്കിടാവിന് വലുപ്പമുള്ള ഒരു 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 ശ്വാനം. അങ്ങനെ 2 നായ്ക്കളെ ഇങ്ങനെ വരുന്നതിന് പൈലറ്റായിട്ട് മുമ്പേ കാണും. അപ്പോൾ ഈ നായ്ക്കളെ കാണുമ്പോഴേ നമുക്കറിയാം മർഫി സാഹിബ് വരുന്നുണ്ടെന്ന്. അപ്പം ഞങ്ങളെയൊക്കെ പിന്നെ കാരണവന്മാർ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, മർഫി സാഹിബിനെ കണ്ട ഉടനെ നിങ്ങൾ സലാം കൊടുക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചുകൊണ്ട് സാഹിബിനെ കാണുമ്പോൾ നമ്മൾ സലാം കൊടുക്കും. സാഹിബ് വളരെ വാത്സല്യപൂർവ്വം പിന്നെ നമ്മുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വോക്കൻ സ്റ്റിക്കിൻ്റെ വളഞ്ഞ അറ്റം നമ്മുടെ പെടയിലേക്ക് പഠിച്ചൊക്കെ അടുപ്പിച്ചിട്ട് യാറടി, അദ്ദേഹം തമിഴിലേ ചോദിക്കൂ. ഉടനെ നമ്മളെത്തായാലും നമുക്ക് മലയാളമല്ലേ അത് പറയാൻ അറിയത്തുള്ളൂ, കൊച്ചു പിള്ളേരല്ലേ. അത് ഞാനിങ്ങനെ ടീ മേക്കർ മകനാണെന്നൊക്കെ പറയുമ്പോൾ ഏതാണ്ട് അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ആണെങ്കിലും ഉടനെ അദ്ദേഹം വാത്സല്യപൂർവ്വം നമ്മുടെ കൺപോള ഇങ്ങനെ പിടിച്ച് തുറന്നു തോന്നും. അപ്പം പിന്നെ രക്തമയം ഉണ്ടോ അത് നോക്കിയിട്ട് ഇനി ഉണ്ടെങ്കിലും ഇല്ലേലും അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒരു തുണ്ട് കടലാസ് എടുത്തിട്ട് ഒരു നല്ല ടോണിക്കിൻ്റെ പേരെഴുതി ഇവിടെ ആശുപത്രി കൊണ്ട് കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളവിടെ ആശുപത്രി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല മധുരമുള്ള ഒരു ടോണിക്ക് നമുക്ക് കിട്ടും. അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരം പരിപാടി, ഒരു വിനോദവും കൂടിയായിരുന്നു.